അസ്സലാമു അലൈക്കും. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എല്ലാവരും ഇപ്പം നോമ്പിനോടടുത്ത് നനച്ചുകുളി നടത്തുന്ന സമയമായിരിക്കും. നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി നോമ്പിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ റമദാൻ എന്ന് പറഞ്ഞാൽ വീടൊക്കെ വൃത്തിയാക്കി എല്ലാം തുടച്ചു മിനുക്കി എല്ലാം ചെയ്ത് നമ്മൾ നോമ്പ് നോൽക്കുകയാണ്. ഭക്ഷണങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതിനിടയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കിയാൽ പോരാ, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കിയിട്ടാണ് നാം നോമ്പിലേക്ക് അടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ പറയുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ചും ഉമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാർ, സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. പരസ്പരം അസൂയ, കുശുമ്പ്, കുറ്റം പറച്ചിൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. റമദാനിലെ നോമ്പെടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. സഹോദരന്മാരോ സഹോദരിമാരോ ആരാണോ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു, ദയവ് ചെയ്തിട്ട് എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റൊരാളോട് കിബിർ, അസൂയ അല്ലെങ്കിൽ കുറ്റം പറച്ചിലുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ റമദാനിൽ നോമ്പെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും വീടും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പം പടച്ചോനോടുള്ള ഇബാദത്ത് നമ്മുടെ മനസ്സിൽ കൂടുതലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പരസ്പരം ദേഷ്യമോ കുശുമ്പോ അസൂയയോ ഒന്നുമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അവരോട് മാപ്പ് പറയുകയും, നമ്മൾ തൗബയിലേക്ക് മടങ്ങുന്നൊരു സമയമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ റമദാനിലെ നോമ്പ് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അവരോട് മാപ്പ് പറയുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാലം നാം നോമ്പെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ആ നോമ്പൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നതിൽ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സ് നന്നായിട്ട് ശുദ്ധിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിലേക്കും പ്രവേശിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആദ്യമേ നാം ചെയ്യേണ്ടത് ഈ നനച്ചുളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് വൃത്തിയാക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല സ്വഭാവമുള്ളവരാവുക. കിബിർ, അസൂയ, അതുപോലെ കുറ്റം പറച്ചിലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതാണ് ഒരു മുസ്ലിം ആയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ ഏറ്റവും നല്ല കാര്യം എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും.